വാട്ട് എ മാച്ച്! മുംബൈ ഇന്ത്യൻസിന്റെ ഈ ഒരു മത്സരം ഒരു മികച്ചൊരു ചേസിങ്, മുംബൈയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ചൊരു ചേസിങ് ആണ് നടത്തിയിട്ടുള്ളത്. ഈ പറയുന്ന പോലെ ഈ ഒരു മത്സരം കണ്ടപ്പോൾ, മുംബൈയുടെ ബാറ്റിംഗ് കണ്ടപ്പോൾ, ചേസിങ് കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നൊരു പാട്ട് ഈ പറയുന്ന പോലെ നന്നടിച്ചാ തങ്ക മാട്ടെ 4 മാസം തൂങ്ക മാട്ടെ മോദിപ്പാറ് വീട് പോയി സേര മാട്ടെ. ഈ പാട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നാവിൽ വന്നോണ്ടേയിരുന്നത്. കാരണം എന്താ ബാറ്റിങ്! 188 സ്ട്രൈക്ക് റേറ്റിൽ റിക്കിൾട്ടൺ, 205 സ്ട്രൈക്ക് റേറ്റിൽ രോഹിത് ശർമ്മ, നമ്മുടെ ഹിറ്റ്മാൻ. എന്താണല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു 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 മുംബൈ ഇന്ത്യൻസ് ആരാധകൻ എന്ന നിലയിൽ, ഒരു രോഹിത് ശർമ്മ ആരാധകൻ എന്ന നിലയിൽ, ഒരു സച്ചിൻ ടെണ്ടുൽക്കർ ആരാധകൻ എന്ന നിലയിൽ ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള, വളരെ ഇരട്ടി മധുരമുള്ള ഈ പറയുന്ന ഒരു വിജയമാണ് ലഭിച്ചിട്ടുള്ളത്. ഇരട്ടി മധുരം എന്ന് പറയാൻ കാരണം, വിജയം എപ്പോഴും നമുക്ക് സന്തോഷം തന്നെ ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ ഈ ആദ്യ മത്സരത്തിൽ, കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ആദ്യ മത്സരം ജയിക്കാൻ മുംബൈ ഇന്ത്യൻസിന് കഴിയുന്നില്ല. അപ്പം നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം, മറ്റുള്ളവരുടെ അടുത്തും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ടേ നമ്മൾ തുടങ്ങാറുള്ളത് എന്നൊക്കെ ഉള്ളൊരു ഡയലോഗ് നമ്മളെപ്പോഴും പങ്കുവെക്കരുത്. കാരണം അത്രത്തോളം ഈ പറയുന്ന പോലെ നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യ മത്സരങ്ങൾ തോറ്റ് ഈ പറയുന്ന പോലെ. പക്ഷെ ആദ്യ മത്സരങ്ങൾ തോറ്റ മുംബൈയും ഈ പറയുന്ന പോലെ കപ്പെടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കപ്പെടുത്തിട്ടുള്ളതും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം പക്ഷെ അപ്പോഴും ഈ പറയുന്ന പല സീസണുകളിലും ആദ്യ മത്സരങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന ജയിക്കാവുന്ന മത്സരങ്ങൾ പോലും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു മത്സരത്തിന്റെ തോൽവി, അല്ലെങ്കിൽ ആ ഒരു കിട്ടാത്ത പോയ 2 പോയിന്റിന്റെ വില പിന്നീടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏത് മത്സരവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ആദ്യ മത്സരം തോക്കുന്നു എന്നുള്ളൊരു പേര്, അത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം, അത് ബ്രേക്ക് ചെയ്യേണ്ടത് ഒരു വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അത് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു മത്സരം ആയതുകൊണ്ട് തന്നെ വളരെ ഇരട്ടി മധുരമുണ്ട്. അതുപോലെ തന്നെ രോഹിത് ശർമ്മ, അതെ, ഈ 221 എന്നുള്ളൊരു ടോട്ടല് അല്ലേ, വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഒരു ടോട്ടലൊക്കെ അത്യാവശ്യം നല്ല ടോട്ടൽ തന്നെയാണ് അല്ലേ. ഇതിൽ കൂടുതലൊക്കെ എങ്ങനെയാണ് അടിക്കുന്നത്? അപ്പൊ അത്യാവശ്യം ഇത്തരം നല്ലൊരു ബോളിംഗ് സൈഡിനെതിരെ കൊൽക്കത്ത ഇത്രയും നല്ലൊരു മികച്ചൊരു ടോട്ടൽ എടുക്കുകയാണ്. 220 റൺസ് എന്നുള്ളത് ഒരു ടോട്ടൽ എടുക്കുകയാണ്. അത് ചെറിയൊരു കാര്യമല്ല. പക്ഷെ അവരുടെ ബോളിംഗ് സൈഡ്, കൊൽക്കത്തയുടെ ബോളിംഗ് സൈഡ് കുറച്ചുകൂടെ വീക്ക് ആയതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറച്ച് ബോളേഴ്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന അവർക്ക് അത്ര തന്നെ ഒന്നും ഈ പറയുന്ന ബോളിംഗിൽ ചെയ്യാൻ പറ്റാതായി പോയത്. പക്ഷെ അത്യാവശ്യം നല്ലൊരു ബോളിംഗ് സൈഡ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന അവരുടെ ഒട്ടുമിക്ക മികച്ച ഈ പറയുന്ന ബോളർമാർക്കൊക്കെ പരുക്കും മറ്റുള്ള പല പ്രശ്നങ്ങൾ കാരണം അവർക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ക്ഷീണം അവർക്ക് നല്ലപോലെ ഉണ്ട്. അത് രഹാന പറയുകയും ചെയ്തു മത്സരത്തിന് ശേഷം. ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ബോളറാണ്. അപ്പം ബാറ്റിംഗിൽ അവർ നല്ലപോലെ തന്നെ, കാരണം ഈ സ്റ്റേഡിയത്തിൽ ഈ ഒരു പിച്ചിൽ അത്യാവശ്യം നല്ല സ്കോർ തന്നെയാണ് നമ്മൾ നേടിയിട്ടുള്ളത്. അത് ബാറ്റിംഗ് സൈഡ് നമ്മൾ നല്ലപോലെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ബോളിംഗ് സൈഡ് ഈ പറയുന്ന പോലെ ഇൻഎക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ ചില പോരായ്മകളൊക്കെ ഉണ്ടായി. അപ്പം അടുത്ത വരുന്ന മത്സരങ്ങളിലൊക്കെ എത്ര പെട്ടെന്ന് തന്നെ ഇത് കവറപ്പ് ചെയ്യുക. ഇനി അതിന് ഈ പറയുന്ന ഒരുപാട് മത്സരങ്ങളൊന്നും എടുക്കുന്നത് നല്ലതല്ല. കാരണം എല്ലാ ടീമും ഈ പറയുന്ന പോലെ ഈ വളരെ ശക്തമായിട്ടുള്ള ടീമുകൾ തന്നെയാണ്. നമുക്ക് ഒരാളെ പോലും നമുക്ക് അങ്ങനെ ഈ പറയുന്ന നമുക്ക് എഴുതിത്തള്ളാൻ കഴിയില്ല. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഒരു വിന്നിങ് കോമ്പിനേഷൻ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ മുംബൈയുടെ സൈഡിലോട്ട് വരുമ്പോഴത്തേനും ബുംറ അത്യാവശ്യം നല്ലപോലെ തന്നെ പന്ത് എറിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞാൽ എപ്പോഴും ബുംറ തന്നെയാണ്. ചെറിയ രീതിയിലൊരു ആദ്യമൊക്കെ അടി കിട്ടിയെങ്കിൽ പോലും പിന്നീട് ബുംറയുടെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പോലെ പുറത്തെടുത്തു എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ മുംബൈയുടെ ബാറ്റിംഗ് സൈഡ്, അതുപോലെ പ്രത്യേകിച്ച് ഇവരുടെ ഓപ്പണിംഗ്, എന്റെ ദൈവമേ, നമ്മുടെ റിക്കിൾട്ടനും അതുപോലെ രോഹിത് ശർമ്മയുടെ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് 148 റൺസ് 11.5 ഓവറിൽ. ഇതിൽ മികച്ചൊരു സ്റ്റാർട്ട് ഇനി നമുക്ക് സ്വപ്നങ്ങളിൽ മാത്രമാണ്. അത്രയും മികച്ച രീതിയിലാണ്. ഏറ്റവും എനിക്ക് ഓപ്പണിംഗിൽ ഏറ്റവും ഒരു ഓപ്പണിങ്ങോ അതോ മൊത്തത്തിലോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പാണ് ഈ പറഞ്ഞ ഇവർ രണ്ടുപേരും ഓപ്പണിംഗിൽ ഇന്ന് കാഴ്ചവെച്ചത്, പുറത്തെടുത്തത്. റിക്കിൾട്ടൺ 81 റൺസ്, ഈ പറയുന്ന പോലെ രോഹിത് ശർമ്മ 78 റൺസ്. മികച്ച രീതിയിൽ പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം ചെറിയ ചെറിയ ചടങ്ങ് ചെയ്യേണ്ട രീതിയിലുള്ള ചില ബാറ്റിംഗ് പെർഫോമൻസുകൾ മാത്രം കാഴ്ചവെച്ചാൽ മതിയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഷർദുൽ ഠാക്കൂറിന്റെ ഒരു പ്രകടനം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷർദുൽ ഠാക്കൂറിനെ ഈ പറയുന്ന പോലെ ദീപക് ചഹറിനെ മാറ്റിയിട്ട് ഷർദുൽ ഠാക്കൂറിനെ ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊരു സംശയം ഈ പറഞ്ഞ ആദ്യമേ നമ്മുടെ പ്ലേയിങ് 11 കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നി അത് വേണ്ടായിരുന്നു, ഷർദുൽ ഠാക്കൂർ വേണ്ടായിരുന്നു എന്ന് തോന്നി. പക്ഷേ അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രകടനം ഒരു വലിയൊരു പ്രതീക്ഷ തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നൽകുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ആദ്യത്തെ കൊൽക്കത്തയുടെ ബാറ്റിങ്ങിൽ ആദ്യത്തെ 5 ഓവറിലും മുംബൈയുടെ മറ്റു ബോളറൊക്കെയും പ്രധാനപ്പെട്ട ബോൾ എറിഞ്ഞു, അല്ല ഗസൻഫാർ ബോൾ എറിഞ്ഞു, അതുപോലെ തന്നെ ബുംറ ബോൾ എറിഞ്ഞു, ഹർദിക് പാണ്ഡ്യ ബോൾ എറിഞ്ഞു. ഇവർക്കൊന്നും ഒരു വിക്കറ്റ് പോലും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഫിൻ അലനും രഹാനും കൂടെ അടിച്ച് തകർക്കുന്ന ഒരു സിറ്റുവേഷൻ.
6ാമത്തെ പവർ പ്ലേയിൽ അവസാനത്തെ ഓവർ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ഷർദുൽ ഠാക്കൂറിന് ബോൾ കൊടുക്കുന്നു. അപ്പൊ എന്തൊരു തീരുമാനം, എന്ത് മോശമാണ് അത് 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 മണ്ടം തീരുമാനമായി പോയല്ലോ ഹാർദിക് പാണ്ഡ്യ എന്നുള്ളത് ഞാൻ ചിന്തിച്ചു. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാലോ, ഞാനത് ചിന്തിച്ചു. പക്ഷേ ഷർദുൽ ഠാക്കൂർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. അത്രയും നല്ല, കാരണം ആ ഒരൊറ്റ ഓവർ മാത്രമല്ല, തുടർച്ചയുള്ള 3 ഓവറിലും അദ്ദേഹം വിക്കറ്റ് നേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും മികച്ചൊരു ബോളിംഗ് പ്രകടനമാണ് ഈ പറഞ്ഞ ഷർദുൽ ഠാക്കൂർ പുറത്തെടുത്തത്. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. ഈ പറയുന്ന പോലെ അദ്ദേഹം വരുന്ന മത്സരങ്ങളിലൊക്കെയും മികച്ച പ്രകടനങ്ങളൊക്കെയും, കാരണം എന്താ പറയുന്നത്, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന പോലെ IPL ഒക്കെ കളിക്കാൻ വന്നതാണ്. പക്ഷെ ഒരു സമയമായപ്പോഴത്തേനും അവര് ഇന്ത്യൻ ടീമിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട്, ഇപ്പം അവര് സീനിലേ ഇല്ല അവര്. അപ്പം അവർ തിരിച്ചു വരട്ടെ, നമ്മുടെ പ്ലേയേഴ്സ് എല്ലാം തിരിച്ചു കയറി വരട്ടെ. അപ്പൊ അവർ നല്ലപോലെ കഴിഞ്ഞ ദിവസം ദേവദത്ത് പടിക്കലിന്റെ ആ ഒരു ഇന്നിങ്സ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷം നൽകുന്നതാണ്. അതുപോലെ തന്നെയാണ് ഷർദുൽ ഠാക്കൂറിന്റെ കാര്യത്തിലും നല്ലൊരു ഈ പറയുന്ന സീസണായിട്ട് മാറട്ടെ എന്ന വിഷയമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രോഹിത് ശർമ്മയുടെ ക്യാച്ച്, അനുകുൽ റോയ് എടുത്ത ആ ഒരു ബ്രില്യൻ ക്യാച്ച് ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. ഭയങ്കര ഒരു മികച്ചൊരു എഫേർട്ട് തന്നെയാണ്. അവർ ക്യാച്ച് എടുത്തിട്ടില്ലായിരുന്നുണ്ടല്ലോ മുംബൈ ഇന്ത്യൻസ് കുറച്ചുകൂടെ ഈ പറയുന്ന പോലെ ഒരു 17-18 ഓവറിലൊക്കെ തന്നെ ഈ ജയിച്ചേനെ. അപ്പൊ അത്രയും മികച്ച് നിൽക്കുന്ന നല്ലൊരു ടച്ചിൽ നിൽക്കുന്ന രോഹിത് ശർമ്മയുടെ ഒരു ക്യാച്ചും മികച്ച രീതിയിലുള്ള ഒരു ക്യാച്ച് തന്നെയാണ്. അത് ചെറുതായിട്ട് കാണേണ്ട ഒരു ക്യാച്ച് അല്ല, അത്രയും മികച്ച രീതിയിൽ. ശരിയാണ്, മത്സരം അപ്പത്തേക്കും മുംബൈ ഇന്ത്യൻസ് കൈ അടക്കി, ശരിയാണ്. പക്ഷെ അപ്പോൾ പോലും അതിന്റെ വില അതുകൊണ്ട് കുറഞ്ഞു പോകരുത്. അതിന്റെ അനുകുൽ റോയുടെ എഫേർട്ട് അതുകൊണ്ട് കുറഞ്ഞു പോകരുത്. അത്രയും മികച്ചൊരു ക്യാച്ച് തന്നെയാണ് ഈ പറഞ്ഞ അനുകുൽ റോയ് എടുത്തത്. അതുപോലെ തന്നെ റിക്കൾട്ടനെ റൺഔട്ട് ആക്കി ഒരു ഡയറക്ട് ത്രോയിലൂടെ ഈ പറഞ്ഞ റിക്കൾട്ടനെ റൺഔട്ട് ആക്കാനും അനുകുൽ റോയ്ക്ക് പറ്റി. ഒരു മികച്ചൊരു ഫീൽഡറായിട്ട് തന്നെയാണ് അദ്ദേഹം കയറി വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡ്, നമ്മുടെ രവീന്ദ്ര ജഡേജ ആ ഒരു ക്വാളിറ്റി പുറത്തെടുക്കുന്ന ഒരു ഫീൽഡിംഗ് പ്രകടനം തന്നെയാണ് അനുകുൽ റോയിൽ നിന്നും വന്നിട്ടുള്ളത്. അദ്ദേഹം ഒരു ഓൾറൗണ്ടർ ആണ്. ഈ പറഞ്ഞ വരുന്ന ഈ പറഞ്ഞ മത്സരങ്ങളിലൊക്കെയും ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒക്കെയും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയട്ടെ. നമ്മുടെ പിള്ളേരൊക്കെ കയറി വരട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ എന്തായാലും വളരെ മികച്ചൊരു ബാറ്റിംഗ് തന്നെയാണ് പ്രത്യേകിച്ച്. 23 ബോളിൽ രോഹിത് ശർമ്മ 50 അടിക്കുന്നു, 24 ബോളിൽ റിക്കൾട്ടൻ 50 അടിക്കുന്നു, 100 റൺ പാർട്ണർഷിപ്പ് ഓപ്പണിംഗിൽ കൊണ്ടുവരുന്നു, 148 റൺസ് അങ്ങനെ ടോട്ടൽ ഒരു ഓപ്പണിംഗിൽ പാർട്ണർഷിപ്പ് എടുക്കുന്നു. അതൊക്കെ വലിയൊരു സന്തോഷമാണ്. അസേ ഒരു മുംബൈ ഇന്ത്യൻസ് ആരാധകൻ എന്ന നിലയിൽ ഒരു വലിയൊരു എന്താ പറയുക സന്തോഷമാണ് കിട്ടിയത്. എന്തായാലും 2 പോയിന്റ് ആദ്യത്തെ മത്സരത്തിൽ നമുക്ക് എങ്ങനെ എന്തായാലും കിട്ടി. തുടർന്നുള്ള മത്സരങ്ങൾ കൊൽക്കത്തയും നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു. ഇനിയുള്ള മത്സരങ്ങൾ എങ്ങനെയാലും ബോളിങ്ങിൽ അവർ കയറി വരട്ടെ, അല്ലെങ്കിൽ ആ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ കണ്ടെത്തട്ടെ. മുംബൈ അടുത്ത മത്സരത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ശക്തമായിട്ടുള്ള ടീം തന്നെയാണ്. അത് ആദ്യ കളിയിൽ തന്നെ അത് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും ഈ പറയുന്ന പോലെ വരുന്ന ടീമുകളൊക്കെ അത് കൂടെ കണക്കിലെടുത്തുകൊണ്ട് മുംബൈക്കെതിരെ മത്സരത്തിന് ഇറങ്ങുക. ഒരു ദാക്ഷിണ്യമായിട്ട് കട്ട ടീം തന്നെ മുംബൈക്കെതിരെ കളിക്കണം. കാരണം മുംബൈ അത്രയും നല്ല മികച്ചൊരു ടീമാണ്. ഒരു ആരാധകൻ എന്ന നിലയിൽ മാത്രം പറയുന്നതല്ല, മുംബൈ അത്രയും ശക്തമായിട്ടുള്ള ഒരു ടീം തന്നെയാണ്. അതുകൊണ്ട് എതിരെ കളിക്കാൻ വരുന്നവരൊക്കെ അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു ടീമിനെ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനുമായിട്ട് തന്നെ തുടർന്നുള്ള മത്സരങ്ങളിലൊക്കെ മുംബൈക്കെതിരെ വരിക. അപ്പൊ എന്തായാലും അടുത്ത മത്സരത്തിന് ശേഷം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം.